നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ഇപ്പോ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്, അതായത് ഇതൊരു സ്വിച്ച് വേർഡ് ആണ്, ആഞ്ജനേയരുടെ സ്വിച്ച് വേർഡ്. കേട്ടാൽ ആശ്ചര്യമായി തോന്നും. എന്നാല് റീസെന്റ് ഡേയ്സില് എനിക്കറിയുന്ന ഒരു ചില പേർക്ക് ഞാനിത് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മാജിക് മാതിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്വിച്ച് വേർഡ്. ഇത് ആർക്കെങ്കിലും യൂസ് ആകുമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ ആഞ്ജനേയരുടെ സ്വിച്ച് വേർഡ് വന്നിട്ട് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാല്, അതായത് ആഞ്ജനേയർക്കാവുമ്പോൾ എന്തെങ്കിലും റൂൾസോ റെസ്ട്രിക്ഷൻസോ ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് വരാം. ഒന്നുമില്ല. നിങ്ങൾക്ക് സാധാരണമായിട്ട് ഇത് ഡെയിലിയും ചൊല്ലാവുന്നതാണ്. ഏതെങ്കിലും ഒരു ആപത്ത് സിറ്റുവേഷനിലിരിക്കുന്നു, എമർജൻസിയാണ്, നിങ്ങൾക്ക് കുറച്ച് പണം വേണം, അതല്ല ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, ആ ജോലി നിങ്ങൾക്ക് കിട്ടണം, ഉടനെ തന്നെ അത് നടന്നു കിട്ടണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും ഇപ്പോ ഞാൻ ഈ പറയുന്ന ആഞ്ജനേയരുടെ സ്വിച്ച് വേർഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പറായിട്ട് അത് വർക്കൗട്ട് ആവും. എല്ലാം ഒരു വിശ്വാസമാണ്. സോ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ആഞ്ജനേയരുടെ ആശീർവാദത്തോടുകൂടി നമ്മളിത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന്റെ ആശീർവാദം നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോ പ്രപഞ്ചം റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും, അതുപോലെ തന്നെ നമ്മളൊരു മന്ത്രം ചൊല്ലുന്നെങ്കിൽ കൂടെയും സ്ട്രോങ് ആയിട്ട് അതിനൊരു ബേസ്മെന്റ് എന്നത് എന്താ വെച്ചാല് നമ്മുടെ വിശ്വാസം മാത്രമാണ്. തീർച്ചയായിട്ടും വന്നിട്ട് നമ്മുടെ മനസ്സ് എന്ത് തേടുന്നുവോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നമ്മുടെ മുന്നേ കൊണ്ടുവന്ന് കാണിക്കും. ശരിയാ? ഇത് നോക്ക്, അതായത് നമ്മൾ തേടിയിട്ടിരിക്കുന്ന വിഷയം നമ്മുടെ കണ്ണ് മുന്നാടി കൊണ്ടുവന്ന് കാണിച്ചു തരും. അത് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായ വഴിയിലോട്ട് പോയാല് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിരിക്കുന്നു, എന്താണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ആൻസർ അത് തന്നെയായിരിക്കും. ശരിയാ? നമ്മളൊരു കാര്യം അതായത് അധികം എന്താവശ്യപ്പെട്ട് നമ്മളത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവോ, നമ്മളത് പ്രപഞ്ചത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നുവോ, ആ കാര്യം വന്നിട്ട് തീർച്ചയായും നമുക്ക് പ്രപഞ്ചം നടത്തിത്തരും. നമ്മളുടെ മനസ്സിലെ ആവശ്യങ്ങൾ, അതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ഒരേ കാര്യം തന്നെ പ്രാക്ടീസ് ചെയ്താൽ അത് തീർച്ചയായും നമുക്ക് ഉടനെ തന്നെ കൈകളിലെത്തും. ഒരു ചില പേര് വന്നിട്ട് ഒരു ധ്യാനം പോലെ അവരുടെ ആവശ്യങ്ങൾ ഡെയിലിയും ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലര് പല പല ഡിഫറെന്റ് വേസിൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓഫീസിൽ പോയാലും എന്ത് ജോലി ചെയ്താലും കൈ ഒരു സൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മനസ്സ് വേറൊരു സൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മനസ്സിൽ എന്ത് കരുതുന്നുവോ അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രോസസ്സിങ് അവിടെ നടന്നുകൊണ്ടേ തന്നെ ഇരിക്കും. ഇങ്ങനെയൊക്കെ മെഡിറ്റേഷൻ പലതരത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോ ഇന്നത്തെ ഈ വിഷയം വന്നിട്ട് നിങ്ങൾ ഒരിടത്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ എങ്ങനെയായാലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ റൂൾസും ഇല്ല, മന്ത്രവും ഇല്ല, ദീപം വയ്ക്കേണ്ട. ഇത് ജസ്റ്റ് ഒരു സ്വിച്ച് വേർഡ് മാത്രം. ശരിയാ? ഒരു 1 ലൈൻ വേർഡ്. സോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ, മാനിഫെസ്റ്റേഷൻ ബുക്ക് അറിയാമല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും എഴുതാവുന്നതാണ്. നിറയെ പേര് സ്വിച്ച് വേർഡ് വന്നാല് ചിലർ എഴുതും, ചിലർ പറയും. പറയുന്നതിനും എഴുതുന്നതിനും രണ്ടിനും രണ്ട് തരത്തിലുള്ള ഫലമാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. എഴുതണമെങ്കിൽ എഴുതാം, ചൊല്ലണമെങ്കിൽ ചൊല്ലാം, രണ്ടും വേണമെങ്കിലും ചെയ്യാം. ഒരു 2 നിമിഷം ഡെയിലി, അത് തന്നെ നിങ്ങൾക്ക് ധാരാളം. ഈ 2 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാനുള്ള അതിശയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ് ആണിത്. ഇതിന്റെ ടൈമിങ്സ് വന്നിട്ട് നിങ്ങൾക്ക് രാവിലെയും ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് രാത്രിയും ചെയ്യാം.
അതല്ല വെച്ചാൽ രാവിലെ ഒരു നേരത്തെ മാത്രം ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത സമയത്തിന് ചെയ്യാം. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന പഴക്കമുള്ളവർ നിങ്ങൾ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത നേരത്തിൽ ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. ശരിയാ? രാവിലെ എഴുന്നേറ്റ ഉടനെ ഇപ്പൊ അത് 6 മണിയാണെങ്കിലോ 7 മണിയാണെങ്കിലോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ്. അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും നിങ്ങൾക്കിത് ചൊല്ലാം. ഇതുമല്ല എനിക്കിത് എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്താൽ മതി അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ശരിയാ? ഇപ്പോൾ എമർജൻസി ആയിട്ട് കുറച്ച് പണം വേണം, ഒരാൾ കൂടെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് നടത്തി തരണം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ എന്തുണ്ടോ അത് എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആവാം. നോക്കിക്കോളൂ, ആ ഒരേ ഒരു വേർഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബജ്രംഗ് മാജിക് ബിഗിൻ നൗ. ബജ്രംഗ് മാജിക് ബിഗിൻ നൗ. ബജ്രംഗ് മാജിക് ബിഗിൻ നൗ. നമ്മൾ മുന്നേ കേട്ടിരിക്കുന്നത് ഊൾഫ് മാജിക് ബിഗിൻ നൗ എന്ന സ്വിച്ച് വേർഡാണ്. അത് ഒത്തിരി ഫേമസ് ആയത്, നിറയെ പേര് ഇപ്പോഴും പല പല സിറ്റുവേഷനിലും അത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സെയിം അത് ഓറിയന്റഡ് ആയിട്ട് ആഞ്ജനേയരുടെ ബജ്രംഗ് മാജിക് ബിഗിൻ നൗ. ദെൻ ഇതിന്റെ കീഴെയായിട്ട് ജി ഒരു വരയിട്ടിട്ട് 519748 ഈ നമ്പർ കൂടെ എഴുതിക്കൊള്ളുക. ഇത് നിങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്തോളുക. പിക്ചറിൽ എന്തിരിക്കുന്നുവോ അത് തന്നെ. ശരിയാ? ഇത് നിങ്ങൾക്ക് എത്ര ടൈംസ് വേണമെങ്കിലും എഴുതാം. 11, 21, 48 നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ടോ അതുപോലെ എഴുതിക്കൊള്ളുക. അതുമല്ല ഒരു പേപ്പർ എടുത്ത് ഒരു പേജ് ഫുള്ളായി എഴുതണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബജ്രംഗ് മാജിക് ബിഗിൻ നൗ. ദെൻ താഴെയായിട്ട് ജി ഒരു ലൈൻ ചെയ്തിട്ട് 519748. ശരിയാ? ഡെയിലിയും ഇത് നിങ്ങൾ യൂസ് ചെയ്തോളുക. നിങ്ങളുടെ ചോയ്സ് ആണ്, ഇത് എഴുതണോ പറയണോ അതോ രണ്ടും ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക. ബട്ട് ഇത് ചൊല്ലിയാലേ മാജിക് നടക്കും എന്നൊരു വിഷയം ഇതിനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലുന്നതിലൂടെ ആഞ്ജനേയരുടെ പൂർണ്ണമായിട്ടുള്ള അരുള് നമുക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. അത് മാത്രമല്ലാതെ ഇപ്പോൾ റിസ്ക് എടുക്കാൻ പേടിയുണ്ട്, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കോൺഫിഡന്റ് കൊടുക്കുന്നതാണ് ഈ സ്വിച്ച് വേർഡ്. ഈ ബജ്രംഗ് എന്ന വേർഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എല്ലാമേ നമുക്ക് നല്ല ഒരു കോൺഫിഡന്റ് കൊടുത്ത് അതിൽ നിന്നും ഒരു പ്ലസന്റ്ഫുൾ ആയിട്ടുള്ള മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. ഭയഭക്തിയോടുകൂടി ഇരിക്കുന്നവരെ, ഭയത്തോടുകൂടി ഇരിക്കുന്നവരെ അവരുടെ കയ്യാലയെ ആ കാര്യം നടത്തി കാമിക്കും. അത്രയ്ക്കും പവറുള്ള ഒരു വേർഡാണ് ഈ ബജ്രംഗ്. സോ അങ്ങനെയുള്ളവര് എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഭയമാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്തോളുക. പിന്നെ വേറൊന്ന്, ഒരു ചിലരുടെ ലൈഫിൽ ഒരു ചില പേര്, കുട്ടികളായാലും ശരി അത് വലിയവരായാലും ശരി, ഭയത്തോടു കൂടെയാണ് ജീവിക്കുന്നത്. എന്തെടുത്താലും അവർക്ക് ചെയ്യാൻ ഭയം. അങ്ങനെയുള്ളവർക്കും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ധൈര്യത്തെ കൊടുക്കും, കോൺഫിഡൻസ് കൊടുത്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം, നമ്മുടെ എന്താ പറയുക, നമുക്കുണ്ടായിരിക്കുന്ന ഉൾമനസ്സിൽ ഏതൊരു വ്യക്തിക്കും ഭയം ഇരിക്കും. ആ ഒരു ഭയത്തിനെ ഉടച്ചെറിഞ്ഞ് കളഞ്ഞ് നമ്മളെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നതാണ് ഈ ബജ്രംഗ് എന്ന വേർഡ്. ഇതിന് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഡേറ്റോ ദിവസമോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾ ചെയ്തോളൂ. അതല്ല, നിങ്ങൾക്ക് എപ്പോൾ നേരം കിട്ടുന്നുവോ അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.